ഇടയ്ക്ക് വല്ലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദം, ആ പൊതുസഭയുടെ പേര് UN എന്നാണ്. UN കൗൺസിൽ പൊതുസഭയിലായാലും ഈ പറയുന്ന അസംബ്ലിയിലായാലും ഒക്കെ വല്ലപ്പോഴും ഇപ്പോൾ ശബ്ദം കേൾക്കാറുള്ളൂ. ഈ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ നിന്ന് ആരെങ്കിലൊക്കെ പോകണം. ജയശങ്കറിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ വേറെ ചില ആളുകളൊക്കെ പോകണം എന്നാണ്. ഇപ്പോൾ ദാ നമ്മുടെ ക്ഷിതിജ് ത്യാഗി എന്ന നയതന്ത്രജ്ഞനായിട്ടുള്ള ഇന്ത്യൻ ഡിപ്ലോമാറ്റ് നമ്മുടെ ഡിപ്ലോമാറ്റ് അവിടെ പോയി ശരിക്കും പാകിസ്ഥാനുമായി ഇരു സഭകളിലും വലിയ വാക്പോരാണ് ഉണ്ടായിരിക്കുന്നത്. ആ വാക്പോരുണ്ടായിരിക്കുന്നത് മാത്രമല്ല, രൂക്ഷമായ വിമർശനമാണ് പാകിസ്ഥാനെതിരായിട്ട് ഈ ത്യാഗി ഉന്നയിച്ചിരിക്കുന്നത്. അത് ഭാരതത്തിൻ്റെ ശക്തമായ ഒരു നിലപാടാണ്. നിലപാട് ഇങ്ങനെയാണ്: നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രദേശങ്ങൾ ഒഴിയുക എന്നതാണ്. അനാവശ്യമായിട്ട് കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് നിർത്തുക എന്നതാണ്. അപ്പോൾ അതിശക്തമായ ഈ വാക്കുകൾ ഒരുപക്ഷെ ജയശങ്കറിന് ശേഷം ത്യാഗിയുടെ ഈ വാക്കുകൾ വലിയ ചർച്ചയായിട്ടുണ്ട് ഇപ്പം ലോകത്തെങ്ങും, അല്ലേ? തീർച്ചയായിട്ടും. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ പറയാൻ എൻറ്റൈറ്റിൽഡ് അല്ല, എങ്കിലും നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ്റെ വാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് സമയം കളയാനും ആയുസ് കളയാനൊന്നും ഇനി അധികകാലം നിൽക്കാൻ പാടില്ല. ഊർജ്ജം കളയുന്നതിൽ അർത്ഥമില്ല. കാരണം ലോകവേദികളിൽ എത്രയോ തവണ പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് വീണ്ടും ഉന്നയിക്കുന്നത്. അതിന് നമ്മൾ പറഞ്ഞ മറുപടി അതാത് വേദികളുടെ മിനിറ്റ്സിലുണ്ട്, രേഖയിലുണ്ട്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ഊർജ്ജവും നമ്മുടെ ആയുസ്സും വ്യയം ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ നിലപാട്. 2, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ലോകവേദിയിൽ ഉന്നയിച്ചിട്ട് അതിന് അതാത് വേദികളിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് അതേ ആരോപണങ്ങൾ പിന്നെയും വന്ന് ഉന്നയിക്കുകയാണ്. അതൊരു പൊളിറ്റിക്കൽ ക്രൈമായിട്ട് കാണണം. ശരിയാ, ആഗോള കുറ്റകൃത്യമല്ലേ അത്? ശരിയാ. എൻ്റെ മുമ്പിൽ വെച്ച് ഇപ്പോൾ റോബിൻ ജി എനിക്കെതിരായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഞാൻ അതിൻ്റെ ശരിയായ വാസ്തവം പറഞ്ഞ് ആ വേദിയെ ബോധ്യപ്പെടുത്തുന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് അടുത്തൊരു വേദി കയറിയിട്ട് പിന്നെയും പറയുന്നു. ഇതിനെ കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കണം ഇനി അങ്ങോട്ട്. കാരണം പാകിസ്ഥാനെ പോലെ ഉള്ള ഉദാസീനതയോ അല്ലെങ്കിൽ ഇറസ്പോൺസിബിലിറ്റിയോ ഉള്ള ഒരു രാജ്യമല്ല, ഉത്തരവാദിത്തരഹിതമായ ഒരു രാജ്യമല്ല. വലിയ ഉത്തരവാദിത്തമുണ്ട് ഇന്ത്യക്ക്. കാരണം ഈ 142 കോടി ജനതയെ പോറ്റണം. ഇത്ര വിശാലമായ ഒരു നാടിൻ്റെ ബഹുസ്വരത, 1000 പ്രകൃതി, 1000 കാലാവസ്ഥ, ഒന്നിനൊന്ന് വ്യത്യസ്തമായ ജനത, സംസ്കാരം, ഭാഷ, 100 കണക്കിന് വിശ്വാസങ്ങൾ, ആചാരം, ഭാഷ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം! 200-ലേറെ ഭാഷകൾ, 40-ലേറെ ദേശീയ ഭാഷകൾ, ഭക്ഷണ വൈവിധ്യങ്ങൾ, എല്ലാം, ഭക്ഷണം, വസ്ത്രം, ആചാരങ്ങൾ, എല്ലാം ഇത്ര വൈവിധ്യമായ ഒരു ലോകത്തെ കൊണ്ട് നടക്കുന്ന, അതിനെ തീറ്റിപ്പോറ്റി സംരക്ഷിച്ച് നിർത്തുന്ന ഒരു രാജ്യത്തിന് ഈ പാകിസ്ഥാനെ പോലൊരു രാജ്യം എന്ന് പറഞ്ഞാൽ നിരുത്തരവാദത്തിൻ്റെ ഒരു രാഷ്ട്രപ്രതീകമാണ്. അവർ നിരന്തരമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, ന്യൂനപക്ഷങ്ങളോടുള്ള ദീർഘകാല പീഡനങ്ങൾ, അന്താരാഷ്ട്ര വേദികളുടെ അടിസ്ഥാനപരമായി ഈ ആരോപണങ്ങൾ നിരന്തരമായി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ആരോടാണ് ഇവർ ഈ പറയണത്? ആരാ മനുഷ്യാവകാശ ധ്വംസനം നടത്തുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിലെ മനുഷ്യാവകാശ ധ്വംസനം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വർഗീയ കലാപങ്ങളുണ്ടായിരുന്നു. വർഗീയ കലാപങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അതിന് വിത്തിട്ട് പോയത് ഈ പാകിസ്ഥാനാണ്. ആ ചരിത്രത്തിലേക്ക് പോയാൽ അത് മനസ്സിലാവും. കാരണം ഈ വിഭജനമാണ് ഇപ്പോഴും ഇന്ത്യൻ മനസ്സിൽ വർഗീയതയുടെ വിത്തിട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഏറ്റവും മാരകമായ ഭീകരമായ ഓർമ്മകൾ വിഭജനമാണ്. അതുണ്ടാക്കിയത് ആരാണ്? പാകിസ്ഥാൻ. മതത്തിൻ്റെ പേരിൽ രാഷ്ട്രം ചോദിച്ചു വാങ്ങിപ്പോയത് ആരാണ്? അതിനെ പിന്തുണച്ചവർ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അതൊക്കെ ശരിയാണെങ്കിലും അതിനെ തുടർന്ന് കൂട്ടക്കൊലകൾ നടത്തിയത് ആരാണ്? അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രെയിൻ ടു പാകിസ്ഥാൻ ഓർമ്മയില്ലേ? ഖുഷ്വന്ത് സിംഗിൻ്റെ വളരെ പ്രശസ്തമായ ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് ഒരു ട്രെയിൻ, ഇപ്പോൾ നമ്മുടെ പഞ്ചാബിൽ നിന്ന് ഒരു ട്രെയിന് പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് പുറപ്പെട്ടിട്ട് ഒരു നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ആ ട്രെയിനിൽ ഒറ്റ മനുഷ്യന് ജീവൻ ഉണ്ടായിരുന്നില്ല, കബന്ധങ്ങൾ മാത്രമായിരുന്നു എന്നാ. വിഭജനക്കാലത്ത് ട്രെയിനാണത്. അപ്പോൾ അത് പിന്നീട് സിനിമയായി തോന്നുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ദൃശ്യം ഇന്ത്യക്ക് സമ്മാനിച്ചത് ആരാണ്? എന്നിട്ട് പറയുകയാണ് മനുഷ്യാവകാശ ലംഘനം. ഇതിനേക്കാൾ വലിയ മനുഷ്യാവകാശ ധ്വംസനം വേറെ ഒന്നും. അത് മാത്രം അതിന് മുമ്പാണ് ഇപ്പോൾ ബംഗാൾ വിഭജനം ഉണ്ടായി, അതിനെ തുടർന്നുള്ള കൂട്ടക്കൊല, നവഖാലിയിലെ കൂട്ടക്കൊല, എന്തെല്ലാമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ത്യാഗിയുടെ വാക്കുകൾ തന്നെ ഭയങ്കര പവർഫുള്ളാണ്. പക്ഷേ ഞങ്ങളുടെ പ്രദേശം മോഹിക്കുന്നതിന് പകരം അവരുടെ നിയമവിരുദ്ധമായി കൈവശമുള്ള ഇന്ത്യൻ പ്രദേശം അവർ ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. കൂടാതെ ഒരു സമ്പദ് വ്യവസ്ഥയെ പീഡനങ്ങളാൽ കറപുരണ്ട മനുഷ്യാവകാശ രേഖയെയും രക്ഷപ്പെടുത്തുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
അതെ അതെ, ന്യായമായ സ്വന്തം വർത്തമാനം. രാജ്യത്തെ കാര്യം നോക്കാനാണ് പറയുന്നത്. അതെ അതെ, അവനവൻ്റെ കാര്യം നോക്കാതെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഇന്ത്യ എന്ന രാഷ്ട്രവും പാകിസ്ഥാൻ എന്ന രാഷ്ട്രവും തമ്മിൽ വഴക്കുണ്ടാവുന്ന എപ്പോഴാണ്? ഇന്ത്യയുടെ സ്വന്തം അധീനതയിലുള്ള പ്രദേശമായിരുന്ന കാശ്മീരിൻ്റെ ഒരു പ്രധാന ഭാഗം അവർ പിടിച്ചടക്കിയപ്പോഴല്ലേ? ആ രാജ്യം വളരെ സുരക്ഷിതമായി ഭരിച്ചുകൊണ്ടിരുന്ന ഹരിസിംഗ് എന്ന രാജാവ് പഴയ ഇന്ത്യ ഗവൺമെന്റിൽ ചേരാൻ തീരുമാനിച്ചപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള രാജ്യം മുഴുവൻ ഇന്ത്യയുടെ കൂടെയാണ്. അതെ, അത് പാലിക്കാതെ അവിടുന്ന് തീവ്രവാദികളും പട്ടാളവും കൂടി കയറി വന്നിട്ട് പാകിസ്ഥാൻ പട്ടാളം ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് പിടിച്ചടക്കല്ലേ ഇത്? അപ്പോഴല്ലേ കലാപം ഉണ്ടാകുന്നത്? അത് സത്യമല്ലേ? അത് വിട്ടുകൊടുത്താൽ തീരുമല്ലോ. ആ ഭൂമിക്ക് വേണ്ടിയാണ് ഇന്നും. വേറൊന്ന്, ഇന്ത്യൻ ജനതയും പാകിസ്ഥാൻ ജനതയും ശത്രുക്കളായത് എങ്ങനെ? വിഭജനത്തിന്റെ കൂട്ടക്കൊലയാണ് അതിന്റെ കാരണം. നമുക്ക് ഇന്ത്യൻ ജനതയും നമ്മുടെ പാകിസ്ഥാൻ ജനതയും തമ്മിൽ ആക്ച്വലി ഈ പറയുന്ന ശത്രുത ഉണ്ടോ? ഒരു തർക്കവുമില്ല, ഒരു ശത്രുതയില്ല സാറേ. പാകിസ്ഥാൻ ജനതക്ക് ഇന്ത്യ എന്നും ഭായി ഉണ്ടാക്കിയത് ഈ അവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വേറൊരു കാര്യം കൂടി ആലോചിച്ചു. ഇവർ ഈ മനുഷ്യാവകാശ ധ്വംസനം പറയുന്നുണ്ടല്ലോ. പാകിസ്ഥാനിൽ എന്നാണ് ചോര ഉണങ്ങിയത്? അവർ മതം പറഞ്ഞ് രാജ്യം ചോദിച്ചു പോയി. പക്ഷേ എന്നാണ് ഒരു രാജ്യമായി അവർ ഒന്നിച്ചു നിന്നത്? ബലൂജികൾ ആരാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇന്ന് ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ട പാകിസ്ഥാനിലെ ഈ ബലൂചിസ്ഥാനിൽ നിന്ന് പഷ്തൂണിസ്ഥാനിലേക്ക് പുറപ്പെട്ട പാകിസ്ഥാൻ്റെ ഒരു പ്രവിശ്യയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി എല്ലാ ട്രെയിനും അവിടെയാണ്. കന്യാകുമാരിയിൽ നിന്നൊരു ട്രെയിൻ അല്ലെങ്കിൽ തിരുനെൽവേലിയിൽ നിന്നൊരു ട്രെയിൻ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളം മുഴുവൻ ക്രോസ് ചെയ്ത് പോയിട്ട് കർണാടകയിൽ അവസാനിക്കുന്ന ഒരു ട്രെയിന് ആരെങ്കിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വരെ ഇല്ല. ഈ സ്റ്റേറ്റുകളൊക്കെ തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാവും. കാവേരി തർക്കമുണ്ട്, പെരിയാർ തർക്കമുണ്ട്, എല്ലാ തർക്കങ്ങളും ഉണ്ടാവും. അത് പറഞ്ഞു തീർക്കാനല്ലേ ഗവൺമെൻറ്. അതിന് പകരം ഇപ്പോൾ എന്താ പ്രശ്നം? ബലൂചിസ്ഥാനിൽ നിന്നൊരു ട്രെയിന് പോയിട്ട് പെഷവാറിലേക്ക് പുറപ്പെട്ടാൽ ആ ട്രെയിനിൽ ബോംബ് വെച്ച് തകർക്കും. ആരാ തകർക്കുന്നത്? ഇപ്പോൾ ആരാ പാകിസ്ഥാൻ്റെ ശത്രു? പാകിസ്ഥാൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനകത്തെ ബലൂജികൾ പാകിസ്ഥാൻ്റെ ശത്രുവാണ്. പെഷവാറികൾ അല്ലെങ്കിൽ പഷ്തൂണികൾ പാകിസ്ഥാൻ്റെ ശത്രുവാണ്. പത്താനികൾ എന്ന് വിളിക്കും. ആലോചിച്ചു, പാകിസ്ഥാൻ്റെ ശത്രുവാണ്. പഞ്ചാബികൾ ശത്രുവാണ്. സിന്ധികൾ ശത്രുവാണ്. കാശ്മീരികൾ ശത്രുവാണ്. ഇവരാരെയാണ് കൊല്ലാത്തത്? ആലോചിച്ച് നോക്കൂ. വേറൊന്ന്, ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയതല്ലേ ഇവർ? നമ്മളെക്കാൾ ഒരു ദിവസം മുമ്പേ ആയുസ്സുണ്ട് അവർക്ക്. എന്നിട്ട് അവർക്ക് എത്ര കാലം ജനാധിപത്യം നിലനിർത്താനായി? അവിടെ ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ നടത്തിയത് പാകിസ്ഥാൻ പട്ടാളമല്ലേ? ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടത്തിയത്. അപ്പോൾ ഒരു ജനാധിപത്യം നമ്മൾ പൊരുതി നേടിക്കൊടുത്ത ഒരു സ്വാതന്ത്ര്യമെങ്കിലും നിലനിർത്താൻ പറ്റാത്ത ആളുകളാണ് നമ്മളോട്. എന്നിട്ട് ഇപ്പോഴും അവരുടെ സ്വന്തം മക്കളെ കൊന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഇല്ല, ജയശങ്കർ പൊതുസഭയിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ഗംഭീരമായ ഒരു ഫലിത രൂപത്തിലൊരു വാക്ക് പ്രയോഗിച്ചു. അതെന്താണെന്ന് വെച്ചാൽ അഭിമാനകരമായ അഭിനയമുണ്ടല്ലോ, നിങ്ങൾ സ്വയം അഭിമാനിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന അഭിനയമുണ്ടല്ലോ, ദൃശ്യ അഭിനയം ഈ കാണുന്ന ഈ കെട്ടുകാഴ്ചകൾ അത് നിർത്താനാണ്. ഈ പൊറാട്ട് നാടകം കൊള്ളാം എന്നാണ് പറഞ്ഞത്. അത് നിർത്തുന്ന അതിലപ്പുറമൊന്നും അവർക്ക് ഈ ആത്മാഭിമാനം ഉള്ളവനല്ലേ അതൊക്കെ കൊള്ളുള്ളൂ. കൊണ്ടാലവിടെ നിർത്തും. പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും നാടകീയത കൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഒറ്റ കാര്യം ചോദിച്ചു, ഇവർ ഈ മനുഷ്യാവകാശം എന്ന് ഉച്ചരിക്കുന്നുണ്ടല്ലോ. പാകിസ്ഥാൻ ഭരിച്ച എത്ര പ്രധാനമന്ത്രിമാരാണ് ഒന്നുകിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ നാട് വിട്ടു പോവുക? സ്ഥിരമാണ്. ഒരു രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി നാട് വിട്ടു പോയി ജീവിക്കേണ്ടി വരിക, എന്നിട്ട് അന്യനാട്ടിൽ പോയി ഒളിവിൽ കഴിയുക, എന്നിട്ട് മരിക്കാൻ വേണ്ടി ഇവിടെ തിരിച്ചു വന്നെങ്കിലായി. ഗതികേട് ആലോചിച്ച് നോക്കൂ സാർ. 47 കൊല്ലമായിട്ട് എത്ര പ്രധാനമന്ത്രിമാർ എടുക്കാവുന്നിടത്തോളം പണം എടുത്തുകൊണ്ട് മുങ്ങും. എന്നിട്ട് അവിടെ പോയി കട്ട് ജീവിക്കും. ചില പട്ടാള മേധാവി എല്ലാവരും ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, പട്ടാള മേധാവി. അതെ, അസീം മുനീർ. അയാളെയാണ് സ്വീകരിച്ചിരുന്നത് ട്രംപ്. അതെ, തീർച്ചയായിട്ടും അത് സൂക്ഷിക്കണം. ഇനി അവിടെ എന്താ വരാം? അടുത്ത പട്ടാള അട്ടിമറിയായിരിക്കും. സിയാവുലൊക്കെ എങ്ങനെ വന്നതാണ്? പർവേസ് മുഷറഫ് എങ്ങനെ വന്നതാണ്? ഇതൊക്കെ ഒന്നുകിൽ മര്യാദക്ക് ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ചാൽ സുൽഫിക്കർ അലി ഭൂട്ടോക്ക് എന്താ അനുഭവം ഉണ്ടായത്? വെടിയേറ്റ് കൊന്നു. അവരുടെ പുത്രിയാണ് ബേനസീർ ഭൂട്ടോ. അവരെ കൊല്ലാൻ പോയി, മഹാഭാഗ്യത്തിന് മരിച്ചില്ല. ഇവരുടെയൊക്കെ പൊതുയോഗങ്ങളിലാണ് ആക്രമണം നടത്തുന്നത്. എത്ര അനുഭവങ്ങളുണ്ടായി. നവാസ് ഷെരീഫ് എത്ര കാലം പാകിസ്ഥാൻ മണ്ണിൽ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മരിക്കാൻ കാലത്ത് തിരിച്ചു വന്നിട്ട് ഇതൊക്കെയാണ് സ്ഥിതി. സ്വന്തം പ്രധാനമന്ത്രി ഇന്ത്യയിൽ എത്ര ആൾ ഭരിച്ചു? ഇതൊക്കെ പരസ്പരം രാഷ്ട്രീയ വിരോധമുള്ള ഇന്ത്യ പാകിസ്ഥാനെ പോലെയാണോ? ഒരു വലിയ രാജ്യമാണ്. എത്ര പ്രധാനമന്ത്രി ഇപ്പോൾ ഇപ്പോഴുതാ ഹെഗ്ഡെ എന്ന് കേട്ടാൽ
പ്രധാനമന്ത്രി ആയിരുന്ന ഒരാളാണ്. എത്ര പേരുണ്ട്, എത്ര പേര് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരണം വരെ. മാത്രമല്ല മരിച്ചാലും അപാരമായ ബഹുമതിയോടെയാണ് നമ്മളവരെ സംസ്കരിക്കുന്നത്. ഏത് പാർട്ടിയായിരുന്നു നോക്കിയിട്ടല്ല. അപ്പോൾ ആ കൾച്ചറെങ്കിലും ഇവർ കണ്ടു പഠിക്കണ്ടേ. എന്നിട്ട് മനുഷ്യാവകാശ സംസ്ഥ, അന്താരാഷ്ട്ര വേദികൾ, യൂണിവേഴ്സൽ വേദികൾ, എനിക്ക് തോന്നുന്നു ഇത് പ്രഖ്യാപിക്കേണ്ട സമയമായി. ഈ മാതിരി വർത്തമാനം പറഞ്ഞു വന്നാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ നിരപരാധികളെ, ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയിട്ട് തീവ്രവാദികളെ, ഇന്ത്യയിലെ നിരപരാധികളെ ആക്രമിക്കാൻ വന്നാൽ തീവ്രവാദിയെ മാത്രമല്ല അവൻ്റെ വേരോട് അവൻ്റെ താവളം പോയി തകർത്ത് കളയും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നടപ്പാക്കി കാണിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി മേലാൽ ഈ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ, പാകിസ്ഥാൻ്റെ നേതാക്കന്മാർ ലോകവേദികളിൽ കയറിയിട്ട് പറഞ്ഞത് തന്നെ പറയാണ്ടിക്കും. നിന്നെയല്ല, നിന്റെ രാജ്യം കയറി പറഞ്ഞാൽ അടിക്കുന്നു പറഞ്ഞാൽ നിന്റെ രാജ്യത്തെ കയറി അടിച്ച് കാണിച്ചു കൊടുത്തു. ഒരിക്കൽ കാണിച്ചു കൊടുത്തില്ല, ഓപ്പറേഷൻ സിന്ദൂർ കാണിച്ചു കൊടുത്തു. അതെ ഞാൻ പറയുന്നത് പാഠമുണ്ട്. അതെ, ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും അനുഭവിക്കേണ്ടി വരുന്ന അവരോട് പറഞ്ഞു. ആ മോഡൽ ഇനിയും വേണ്ടി വരുന്നു. കാരണം നമ്മുടെ നേതാക്കന്മാരുടെ പണി ഇതല്ലാന്നേ. ഇവർക്ക് മറുപടി പറയാൻ നിൽക്കേണ്ട നേരമുണ്ട്. നമ്മളിപ്പോൾ ആരോടെ സംസാരിക്കുന്നത്? ട്രംപിനോടാണ് മുട്ടുന്നത്. ഒരു ഒത്തോനോട് വേണ്ടേ മുട്ടാൻ? ശത്രുവിനും വേണമല്ലോ ഒരു നിലവാരം. ഇന്ത്യയെ പോലും രാജ്യം മുട്ടേണ്ടത് ആരോടാ? ട്രംപിനോട് മുട്ടി നിൽക്കുന്ന നമ്മളോടാ. അപ്പോഴാണ് നമ്മൾ പറയുക കില്ലപ്പെട്ടി വരയ്ക്കുന്നൊക്കെ. ഇങ്ങനെ ഈ തെരുവുനായ വരയ്ക്കുന്ന അതാണ് സ്ഥിതി. അപ്പൊ ഇവനോടൊക്കെ പറയേണ്ട വാക്ക് പറഞ്ഞിട്ട് സലാം പറയാൻ മുട്ടനോട് മുട്ടാൻ പറയണം. ഇനി മിണ്ടിയ തട്ടെന്ന് പറയണം. അതന്നെ എൻ്റെ ഉത്തരം. ഏതായാലും ഈ വെല്ലുവിളികളെ ഇന്ത്യ വർദ്ധിച്ച ധൈര്യത്തോടെയാണ് നേരിടുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.